സ്കാ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു പലാസോ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. അതിന് നമ്മൾ തുണി ഇങ്ങനെ 2 മടക്കിലാണ് തുണി കിടക്കുന്നത്. കണ്ടോ, 2 മടക്കിൽ തുണി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഓരോന്ന് വിധവും വെട്ടിയെടുക്കാം. നമ്മളിപ്പം പലാസോ പാൻറ്റാകുമ്പോൾ 2 കൂടെ ഒന്നിച്ചിട്ട് വെട്ടുന്നതാണ് സൗകര്യം. കണ്ടോ, 4 പീസ് ഉണ്ടെന്നേരം. തുറപ്പില്ലാത്ത വശം നമ്മൾ നിൽക്കുന്ന വശത്തോട്ട് ആക്കിക്കൊണ്ട് വേണം നമ്മൾ തുണി മടക്കാൻ. ഇതിൻ്റെ ഇറക്കം 36 ഇഞ്ചാണ്, വണ്ണം 38. വണ്ണത്തിൻ്റെ 4/1 9.5, 9.5യുടെ കൂടെ 2.5 ഇഞ്ച് കൂടി കൂട്ടി 12 ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്താം. അവിടെ നിന്ന് താഴോട്ട് ഇടുപ്പ് വണ്ണം 38ആണ്. അതിൻ്റെ 3/1 12 12.25ൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂടി കൂട്ടി 15.25 ഇഞ്ച് നമുക്ക് താഴോട്ട് അടയാളപ്പെടുത്താം. അവിടെ നിന്ന് മുൻപോട്ട് 2.25 ഇഞ്ച് കൂടി അടയാളപ്പെടുത്തിക്കൊണ്ട് ആ കോർണറിൽ ടേപ്പ് ഇങ്ങനെ ചരിച്ച് വെച്ചുകൊണ്ട് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് ആ അടയാളപ്പെടുത്തി ആ പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഷേപ്പ് പോലെ അങ്ങ് വരയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ കാലിൻ്റെ ഭാഗം എത്ര ഇഞ്ചാണോ വണ്ണം വേണ്ടത് അത് നമുക്ക് അടയാളപ്പെടുത്താം. നമുക്കിവിടെ 10 ഇഞ്ചാണ് വേണ്ടത്. ആ 10 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ ഇതിൻ്റെ കാലിന് 2 ഇഞ്ച് വീതിയിൽ നമ്മൾ കാലിൻ്റെ താഴ്ഭാഗം മടക്കി വെച്ചതിന് ശേഷമായിരുന്നു അളവെടുത്തത് കേട്ടോ. എലാസ്റ്റിക് വെക്കാൻ നമുക്ക് വേണ്ട അളവിനേക്കാൾ 2 ഇഞ്ച് കൂട്ടി എടുത്തുകൊള്ളണം. ഇനി എന്നിട്ട് നമുക്ക് ആ ക്രോച്ച് ഏരിയയിൽ നിന്നും ഈ 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിടത്തോട്ട് ഇങ്ങനെ ഷേപ്പിനിങ്ങ് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്കിതിൻ്റെ കാലിൻ്റെ താഴ്ഭാഗം ഒരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കിയതിന് ശേഷം ഒന്നുകൂടി നമ്മൾ ആ മടക്കി വെച്ച അത്രയും ഭാഗം ആ വീതിയിൽ മടക്കിക്കൊണ്ട് നമുക്കവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് അടുത്ത കാലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ ചീത്ത വശത്ത് ഒരു നല്ല വശം അകത്താക്കിക്കൊണ്ട് ഇതിൻ്റെ ചീത്ത വശത്ത് വെച്ചുകൊണ്ട് കാലിങ്ങനെ 2ആയിട്ട് മടക്കിക്കൊണ്ട് അതൊരു 1/2 ഇഞ്ച് വീതിയിൽ മുകളിലോട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ക്രോച്ച് ഏരിയ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ചീത്ത വശത്ത് വെച്ചുകൊണ്ട് ആ കാലിൽ നിന്നും മുകളിലോട്ട് തയ്ച്ച് ഇങ്ങനെ ക്രോച്ച് ഏരിയ വരെ 1/2 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ അടുത്ത ആ കാലും നമുക്ക് തയ്ച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ 2 കാലും തയ്ച്ചെടുത്ത് ഇനി നമുക്ക് നല്ല വശം തിരിച്ചിട്ടുകൊണ്ട് ഒന്നിന് മീതെ ഒന്നായിട്ട് എടുത്ത് വെക്കണം. നല്ല വശം ഇട്ടുകൊണ്ട് ഒന്നിന് മീതെ ഒന്നായിട്ട് വെച്ച് മുകളിലത്തെ ഒരു പീസ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ആ ക്രോച്ച് ഏരിയ ചേർത്താണ് വെക്കുന്നത്. മാറ്റിയിട്ട് ഇടയിലത്തെ 2 പീസ്, അടിയിലത്തെ പീസും മുകളിലത്തെ പീസും മാറ്റിക്കൊണ്ട് ഇടയിലത്തെ 2 പീസ് എടുത്തിട്ട് 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. ക്രോച്ച് ഏരിയ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഈ എലാസ്റ്റിക് വെക്കുന്നതിന് ഇളിവണ്ണത്തിനേക്കാൾ ഒരു 5 ഇഞ്ച് കുറച്ച് വേണം, 6 ഇഞ്ച് കുറച്ച് വേണം എലാസ്റ്റിക് എടുക്കാൻ. എലാസ്റ്റിക് എടുത്തിട്ട് അത് നമ്മൾ ചേർത്ത് തയ്ക്കണം. ഇത് 2 രീതിയിൽ നമുക്ക് തയ്ക്കാം. ഒന്നിങ്ങനെ ചേർത്ത് തയ്ച്ചിട്ടും തയ്ക്കാം, അല്ലാതെ വേറൊരു മെത്തേഡും ഉണ്ട്. അതിന് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഈ എലാസ്റ്റിക് ഇങ്ങനെ ചേർത്ത് തയ്ച്ചിട്ട് വേണം നമുക്ക് ഈ തുണിക്കകത്തോട്ട് വെച്ച് മടക്കി ഇങ്ങനെ തയ്ക്കാൻ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യം ഈ തുണിയെ ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് പിന്നെ വേണം ഈ എലാസ്റ്റിക്കിനേക്കാൾ ഒരു സ്വല്പം കൂടെ
അധികം വിട്ടാൽ ഇങ്ങോട്ട് മടക്കണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് എലാസ്റ്റിക്കിൽ സ്റ്റിച്ച് കൊള്ളാതെ വേണം നമ്മൾ തയ്ക്കാൻ. അപ്പോൾ ഇത് നമുക്ക് തയ്ച്ചെടുക്കാം. എലാസ്റ്റിക് കൊള്ളരുത്. എലാസ്റ്റിക്കിനേക്കാൾ ഒരു പോയിൻ്റ് ഇങ്ങോട്ട് താഴോട്ട് മാറി നിൽക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.